കാളച്ചന്ത നമ്മുടെ പെരിങ്ങള്ളൂർ ഉണ്ടായിരുന്നൊരു എല്ലാ മലയാള മാസവും 14-നും 28-നും. ഇത്തിക്കര ആറ്റിലെ പെരിങ്ങള്ളൂർ പാണ്ടിക്കടവിനോടടുത്ത് മൂലവട്ടത്തുകാരുടെ തെങ്ങിൻതോപ്പിൽ ആയിരുന്നു തുടക്കം. പിന്നീട് കർഷകനും കാളപ്രേമിയുമായിരുന്ന ചെറിയച്ചൻ മുതലാളിയുടെ 50 സെന്റ് പുരയിടം ചന്തക്കായി. ഇടമുളക്കൽ പഞ്ചായത്ത് വിലക്കു വാങ്ങി അവിടെ കാളച്ചന്ത അനുവദിച്ച് നടത്തിപ്പോരുകയായിരുന്നു. അതിനൊക്കെ മുൻപേ അഞ്ചലിൽ 15-ാം തീയതിയും 30 തീയതിയും കാളച്ചന്ത നടക്കുന്നുണ്ടായിരുന്നു. അതിന്നും തുടരുന്നു. അതിന് ക്ഷീണം ഏൽക്കുമോ എന്നൊക്കെയുള്ള ആശങ്കയിൽ ഏകദേശം 50 കൊല്ലമായി കാളച്ചന്തയുടെ അനുവാദം ഇവിടെ നിന്നും നഷ്ടപ്പെട്ടിട്ട്. അതിനുശേഷവും മീനമാസത്തിലെ ഭരണിയോടനുബന്ധിച്ച് ഒരാഴ്ചത്തേക്ക് ഇവിടെ തമിഴ്നാട്ടിൽ നിന്നും കാളകളെ കൊണ്ടുവരികയും പാണ്ടിക്കാളക്കൂട്ടം ഇവിടുത്തെയും സമീപ പ്രദേശങ്ങളിലൊക്കെയും ഉള്ള കർഷകർ കാളകളെ വിലയ്ക്ക് വാങ്ങി കയർ കെട്ടിക്കൊണ്ടു പോവുകയും ചെയ്തിരുന്നു. കഴുത്തിൽ കയറിട്ടിട്ടില്ലാത്ത കാളകളെയാണ് ഇവർ കൊണ്ടുവരുക. അതിനെ ഓടിച്ചിട്ട് പിടിച്ച് 2ഉം 3ഉം കയർ കഴുത്തിലിട്ട് പരിചയസമ്പന്നരായ കാളപ്രേമികൾ അതിനെ കൊണ്ടുപോകുന്ന കാഴ്ച അതിശയത്തോടെ ഞങ്ങൾ നോക്കി നിന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാള കുട്ടികൾ കാണിക്കുന്ന മെട ഒന്ന് കണ്ടറിയേണ്ടത് തന്നെയാണ്. ഈ കാളച്ചന്തയോട് അനുബന്ധിച്ചുള്ള എല്ലാ വാണിഭവവും ഇവിടെ നടക്കാറുണ്ട്. അതായത് കാളയ്ക്ക് തിന്നാനുള്ള വൈക്കോൽ കെട്ടാനുള്ള കയർ, പൂട്ടുകമ്പു, മൂക്കുകയർ, ഉറി തുടങ്ങിയ എല്ലാ കയറുൽപ്പന്നങ്ങളും, ചട്ടി, കലം തുടങ്ങിയ കളിമൺ പാത്രങ്ങളും, കുട്ട, വട്ടി, മുറം, തവി തുടങ്ങി ഈരമുള മുതലായവ കൊണ്ട് നിർമ്മിച്ച ഉൽപ്പന്നങ്ങളും, പിന്നെ താൽക്കാലിക ചായക്കടകളും സേമിയ കടകളും മുറുക്കാൻ കടകളും എന്നുവേണ്ട നാടൻ ചാരായ കച്ചവടം മുതൽ മുച്ചീട്ട് കളിക്കാർ വരെ അവിടെ സുലഭമാണ്. ഈ കാളക്കൂട്ടത്തെ കാണാൻ കാഴ്ചക്കാർ തന്നെ അനേകം അവിടെ വന്നുകൂടും. അതായിരിക്കും ഇന്നും ചെറിയ സംസാരം കേൾക്കുമ്പോൾ ചിലർ പറയുന്നത്, എന്തുവാടെ അവിടെ ഒരു കാളച്ചന്തയുടെ ബഹളം. ഇപ്പോൾ 10-20 വർഷമായി ആ കാളക്കൂട്ടം വരവും നിലച്ചു. ഇപ്പോൾ പന്നിക്കൂട്ടം വരവായതോടെ കൃഷിയും നിലച്ചു. അന്ന് ഈ കാളച്ചന്തയ്ക്ക് വേണ്ടിയൊക്കെ പ്രയത്നിച്ച അനേകം ആളുകളുടെ കൂട്ടത്തിലെ പ്രധാനിയായിരുന്നു കഴിഞ്ഞയാഴ്ച ഓർമ്മയായ നമ്മുടെ പ്രിയ കുഞ്ഞപ്പി മെമ്പർ. അന്നത്തെ പ്രധാനികളിൽ അവസാനത്തെ ആളായിരുന്നു ഇദ്ദേഹം. ഈ കാളക്കൂട്ടങ്ങൾ ഒക്കെയും കൂത്താടി തിമിർത്തത് ഇവരുടെയൊക്കെ തെങ്ങിൻതോപ്പിലായിരുന്നു. ഇന്ന് അവിടെയൊക്കെ ബഹുനില കെട്ടിടങ്ങളും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളും ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഏതോ ദേശത്ത് നടക്കുന്ന ആരോ ഇട്ട കാളച്ചന്തയുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്കുണ്ടായ പഴയകാല ഓർമ്മകളാണ് വിവരിച്ചത്.